സുചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സിധു. പറഞ്ഞ പോലെ തന്നെയാണ്, ഈ വിധി പെട്ടിയിലായി കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഈ പ്രചാരണ രംഗത്തെ കോളിളക്കങ്ങളും അവിടുത്തെ വിവാദങ്ങളും ഒക്കെ ആയിരുന്നു. ഇന്നത്തെ ദിവസം അനാലിസിസുകളാണ്, നാളെ എന്ത് സംഭവിക്കും. ഒപ്പം ഒരു ചെറിയ ഗ്യാപ് ഡേ വന്ന ദിവസം മറ്റു വാർത്തകളൊക്കെയും കയറി വരികയാണ്. ഇപ്പോൾ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ VC-മാരുടെ നിയമനം പോലെയൊക്കെയുള്ള വാർത്തകൾ ഒന്നാം വാർത്തയായിട്ട് ഇന്ന് ഇടം പിടിക്കുന്നു. മനോരമയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. രണ്ട് കാര്യങ്ങളാണ്, ഒരേ കൗതുകമുള്ള രണ്ട് തലക്കെട്ടുകളാണ് ഒന്നാമത്തെ പേജിലുള്ളത്. ശരി, ഞങ്ങൾ തീരുമാനിച്ചു ഒരു തലക്കെട്ട്, ശരി ഞങ്ങൾ തീരുമാനിക്കും രണ്ടാമത്തെ തലക്കെട്ട്. ആദ്യത്തേത് നോക്കാം. വോട്ടെടുപ്പ് പൂർണ്ണം, അതായത് ശരി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. വിധി എഴുതി ജനം. രണ്ട് ഘട്ടങ്ങളിലും കൂടി 73.69 കേരളത്തിലെ ഇത്തവണത്തെ പോളിംഗ് നിരക്ക്. കഴിഞ്ഞ തവണത്തേക്കാൾ, അതായത് 2020-നേക്കാളിൽ 2.26% കുറവുണ്ട്. വന്ന വാർത്തകളാണ് ഇന്നലെ തൊട്ട് നമ്മൾ കാണുന്നു. അവസാന ഘട്ടത്തിൽ ഇപ്പോൾ 73.63 നിൽക്കുന്നു. വോട്ട് ചെയ്തവർ 3.25 ലക്ഷം കൂടി ആകെ. ശതമാനം ലേശം കുറഞ്ഞെങ്കിലും 3 ജില്ലകളിൽ കള്ളവോട്ട് പിടിച്ചു. ഒഫീഷ്യലായ ഒരു കള്ളവോട്ട് നടന്നു. അതാണ് ഇന്നത്തെ ഒന്നാമത്തെ വാർത്തയുടെ കൗതുകം. ഒരേ പേരും വീട്ടുപേരുമുള്ള 2 വോട്ടർമാരുടെ വോട്ട് പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും ബൂത്ത് ഏജൻറ്റുമാരുടെയും സമ്മതത്തോടെ തന്നെ മാറ്റി ചെയ്യിച്ചു. കാര്യം നടന്നത് ഇങ്ങനെയാണ്. ഈ തളിക്കുളം തമ്പാൻകടവ് ടാഗോർ സ്മാരക LP സ്കൂളിലാണ് ഒഫീഷ്യൽ കള്ളവോട്ട് നടന്നത്. കണ്ണച്ചി വീട്ടിൽ ലക്ഷ്മണൻ്റെ മകൻ കുട്ടനും ബന്ധു, കണ്ണച്ചി വീട്ടിൽ തന്നെ ലക്ഷ്മണൻ്റെ മകൻ, അത് തുറയപ്പൻ്റെ മകൻ കുട്ടനും, രണ്ടുപേരുടെയും വീട്ടുപേരും പേരും ഒന്നാണ്. ആദ്യം ഒരാളെത്തി മറ്റേയാളുടെ പേരിൽ വോട്ട് ചെയ്തു. പകരം അതിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു തീരുമാനത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരും ബൂത്ത് ഏജൻറ്റുമാരും ചേർന്ന് രണ്ടാമത്തെ ആളെ എത്തിച്ച് മറ്റേ വോട്ടും ചെയ്യിപ്പിച്ച് ഒഫീഷ്യലായി ആ വോട്ട് അങ്ങനെ അങ്ങ് പൂർത്തിയായി. അതാണ് ഒരു വാർത്ത. ഒപ്പം തൊട്ടപ്പുറത്ത് ശരി ഞങ്ങൾ തീരുമാനിക്കും. അതെന്താ? VC നിയമനം ഏറ്റെടുത്ത് സുപ്രീം കോടതി. ഡിജിറ്റൽ സാങ്കേതിക VC-മാരുടെ നിയമനത്തിൽ അസാധാരണ ഇടപെടൽ നടക്കുന്നു. ഗവർണറുടെ കടുംപിടുത്തം തുടരുന്നു. സർക്കാർ നിർദ്ദേശിക്കുന്ന ലിസ്റ്റ് പരിഗണിക്കുന്നില്ല. അവസാനം ശരി നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്കൂ, ഞങ്ങൾ തീരുമാനിക്കാമെന്ന് കോടതി പറയുന്നു. ധൂലിയ സമിതി 17-നകം പേരുകൾ മുൻഗണനാക്രമത്തിൽ നൽകണം. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ വൈസ് ചാൻസലറായി ആരെ നിയമിക്കണമെന്ന് ഗവർണറും സംസ്ഥാന സർക്കാരുമായി ധാരണയാകാത്ത സാഹചര്യത്തിൽ ആ ജോലി സുപ്രീം കോടതി ഏറ്റെടുക്കുകയാണ്. ഒരു അസാധാരണ ഇടപെടൽ തന്നെ സുപ്രീം കോടതിയിൽ. ഇനി നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ വന്നത് എന്ന് നോക്കാം. തരംഗമില്ലേ എന്നാണ് ചോദിക്കുന്നത് മനോരമ. എന്തായിരുന്നു ഈ പോളിംഗ് ബൂത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ തരംഗം? ശബരിമല സ്വർണ്ണ കവർച്ചയും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമൊക്കെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിറഞ്ഞു നിന്നെങ്കിലും ഇന്നലെ പൂർത്തിയായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായ രാഷ്ട്രീയ തരംഗം ഉണ്ടായില്ലെന്ന് പോളിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണ്. വലിയ തരംഗമുണ്ടായിരുന്നെങ്കിൽ വലിയ പോളിംഗ് നടന്നേനെ. പോരാട്ടം ഒപ്പത്തിനൊപ്പമായിരുന്നു എന്ന് പറയുന്നു. സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ജനവിധി നാളെ പുറത്തു വരുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം അല്പം കുറഞ്ഞാലും പൊതുവിൽ പുലർത്താനുള്ള ആധിപത്യം തുടരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF. 2010 അട്ടിമറി വിജയത്തിന് അടുത്തുള്ള ഞെട്ടിക്കുന്ന വിജയമാണ് UDF പ്രതീക്ഷിക്കുന്നത്. ഇരു മുന്നണികളെയും ഞെട്ടിച്ച് കേരളത്തിൽ മൂന്നാം ശക്തിയായി മാറുന്നതിന് അടിവരയിടുന്ന തെരഞ്ഞെടുപ്പ് ഫലം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് NDA എന്ന ബാലൻസിംഗ് വാർത്ത അതിൽ വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്തു എന്നുള്ളത് അതിനൊപ്പം തന്നെ വന്നിട്ടുണ്ട്. ഇല്ല, അത് മാതൃഭൂമിയിൽ നിന്ന് നമുക്ക് നോക്കാം. മാറേണ്ടേ ഞങ്ങൾ എന്നൊരു വാർത്ത അതിൻ്റെ താഴെ കാണുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ആ വാർത്തയിലേക്ക് വരികയാണ്. കാലത്തിനൊത്ത് മാറാതെ സ്വതന്ത്രർക്കുള്ള ചിഹ്നങ്ങൾ എന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ നോട്ടീസിലെ കാർ കണ്ട കുട്ടി ചോദിച്ചു, അമ്മ ഇത് അമർ ചിത്രകഥയിലെ കാറല്ലേ? അതായത് അംബാസഡർ കാറാണ് ഇപ്പോഴും ഈ ചിഹ്നങ്ങളിലുള്ളത്. അതേപോലെ മൊബൈൽ ഫോൺ, കൊമ്പുള്ള മൊബൈൽ ഫോണുണ്ട്, ആവി തുപ്പുന്ന തീവണ്ടി, വലിക്കുന്ന വണ്ടി, പഴയ പെട്ടി TV, ഇതൊക്കെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ മനോരമ ചോദിക്കുന്നു, ഈ പഴയ ചിഹ്നങ്ങൾ ഒക്കെ മാറണ്ടേ എന്ന് ചോദിക്കുന്നു. മനോരമയുടെ 10-ാം പേജ് കൂടി വേഗത്തിൽ പോയാൽ ബിസിനസ് പേജിലേക്ക് SMS-ഉം കോളും ചോദിച്ചിട്ട് മതി. നമ്മളെങ്ങനെ ഇരിക്കുമ്പോൾ ഹലോ ഇന്ന ബാങ്കിൽ നിന്നാണ്, ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട് സാർ എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യ സമയങ്ങളിലൊക്കെ ഇരിക്കുന്ന വരുമ്പോൾ ഈ കോളുകൾ നമുക്ക് പലപ്പോഴും അലോസരമാകാറുണ്ട്. ഇനി ഡിജിറ്റൽ കൺസെൻറ്റ് അക്വിസിഷൻ പ്ലാറ്റ്ഫോം വരികയാണ്. പൈലറ്റ് പദ്ധതി ആരംഭിച്ചു. 11 ബാങ്കുകളാണ് ഇതിൻ്റെ ഭാഗമായിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കനറ ബാങ്ക് എന്ന് തുടങ്ങി 11 ബാങ്കുകൾ. അതായത് വാണിജ്യ SMS-കൾ അയക്കാനും കോളുകൾ നടത്താനും വ്യക്തികളിൽ നിന്ന് സ്ഥാപനങ്ങൾ ഓൺലൈനായി അനുമതി തേടണം. നമ്മൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലിസ്റ്റിൽ നമ്മൾ അനുവദിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ നമുക്ക് SMS അയക്കാനോ അല്ലെങ്കിൽ കോൾ ചെയ്യാനോ സാധ്യമാകൂ എന്ന ഒരു പുതിയ സംവിധാനം വരുന്നു. നല്ല കാര്യം. മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജിൽ വിവാദമായി മുഖ്യമന്ത്രിയുടെ സ്ത്രീലമ്പട പരാമർശം. മറ്റേ ഈ VC-യുടെ വാർത്തയൊക്കെ അവിടെ ഉണ്ട്.
ഒഴിവാക്കി മറ്റൊരു വാർത്ത വായിക്കുകയാണ്. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്താണ് കാണിക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വിവാദമായി. പിണറായി സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. ഇന്നലത്തെ വോട്ടെടുപ്പ് ദിവസത്തിൻ്റെ അജണ്ട സെറ്റ് ചെയ്തതും ശരിക്കും മുഖ്യമന്ത്രിയുടെ ആ വാക്കുകളായിരുന്നു. ഈ പറയുന്ന കോൺഗ്രസിലെ പരസ്യമായി പറയാൻ പറ്റുന്ന കാര്യമല്ല എന്ന് തുടങ്ങി ആ വെർബാറ്റം അതേപോലെ അച്ചടിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാക്കുകൾ. ലൈംഗിക വൈകൃതമുള്ള കുറ്റവാളികളെ ന്യായീകരിക്കാനാവില്ല എന്നൊക്കെ മട്ടിൽ ആഞ്ഞടിക്കുകയായിരുന്നു. പകരം വി ഡി സതീശൻ തിരിച്ചടിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മന്ത്രിസഭയിലും ഇടത് എം എൽ എമാരുടെ കൂട്ടത്തിലും ലൈംഗികബോധത്തിൽ പെട്ട എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കണം എന്ന വി ഡി സതീശൻ്റെ മറുപടിയും അതോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്നു. 9-ാം പേജിലേക്ക് മാതൃഭൂമിയുടെ പോവുകയാണെങ്കിൽ മനോരമയിൽ പറഞ്ഞ വാർത്തകൾ ഇവിടെ എടുത്തു പറയാത്തതുകൊണ്ടാണ്. രാജ്നാഥ് സിംഗിന് പട്ടേലിൻ്റെ മകളുടെ ഡയറി കുറിപ്പ് നൽകി ജയറാം രമേശ്. ഇന്നലെ പാർലമെൻറ്റിലേക്ക് കയറാൻ നേരം ജയറാം രമേശ് എത്തി ഈ രാജ്നാഥ് സിംഗിന് പട്ടേലിൻ്റെ മകളുടെ ഡയറി കുറിപ്പ് നൽകുകയാണ്. പാർലമെൻറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ പട്ടേലിൻ്റെ മകൾ മണിബെൻ പട്ടേലിൻ്റെ ഗുജറാത്തിയിലുള്ള ഡയറി കുറിപ്പുകൾ കൈമാറി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. വ്യാഴാഴ്ച രാവിലെ പാർലമെൻറ്റിൻ്റെ പ്രവേശന കവാടമായ മകരദ്വാറിൽ വെച്ചാണ് ഇതുണ്ടായത്. പൊതുപണം ഉപയോഗിച്ച് ബാബറി മസ്ജിദ് പണിയാൻ നെഹ്റു ശ്രമിച്ചെന്നും സർദാർ വല്ലഭായ് പട്ടേൽ ഇത് തടഞ്ഞുവെന്നും രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പരാമർശം നടത്തിയിരുന്നു. ഇത് തെറ്റാണെന്ന് വാദിച്ചിരുന്നു ജയറാം രമേശ്. അതിന് ട്വീറ്റ് ചെയ്തിരുന്നു ഈ പേജുകൾ, ഈ മകളുടെ പേരുകൾ, പട്ടേലിൻ്റെ മകളുടെ പേരുകൾ. ഒപ്പം അതിൻ്റെ പ്രിൻ്റ് എടുത്ത് അത് നേരിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. ഇത് വായിക്കണമെന്ന് ജയറാം രമേശ് പറഞ്ഞു. തൻ്റെ പക്കൽ ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുണ്ടെന്നും ഗുജറാത്തി തനിക്കറിയില്ലെന്നുമാണ് തൽക്കാലം രാജ്നാഥ് സിംഗ് അവിടെ വെച്ച് പ്രതികരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്ത വാർത്തയുണ്ട്. 13 നാൾ കാണാമറയത്തായിരുന്ന ഇയാൾ പാലക്കാടെത്തി വോട്ട് ചെയ്തു. ഒരു കൃത്രിമ ശരീരഭാഷയുമൊക്കെയായി തന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന മട്ടിൽ ചായ കുടിച്ച് ഇരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രം അതോടൊപ്പമുണ്ട്. 14-ാം നാളാണ് വോട്ട് ചെയ്യാനെത്തിയത്. ഏത് ബൂത്താണെന്ന് പറയുന്നു. 24-ാം നമ്പർ ബൂത്തിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുക്കിവിളികളോടെയാണ് കോഴിയുടെയും തൊട്ടിലിൻ്റെയും ചിത്രമുള്ള പ്ലക്കാർഡുകളുമായിട്ടാണ് രാഹുലിനെ വരവേറ്റത്. അയാളുടെ കാറിൻ്റെ പിന്നിലും ഈ കോഴിയുടെ ചിത്രം പതിക്കാൻ ശ്രമം നടന്നു. പതിച്ചു. തനിക്കെതിരായ പരാതി കോടതിക്ക് മുമ്പിലാണുള്ളത്. അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. തനിക്ക് പറയാനൊന്നും കോടതിയോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഒപ്പം ഈ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലൊരു ഒരു കൃത്രിമമായ ശരീരഭാഷ എടുത്തണിഞ്ഞ് സ്വാഭാവികമായി പെരുമാറാൻ അദ്ദേഹം ശ്രമിക്കുന്നതും ആ വ്യാജത്തിൽ പരാജയപ്പെടുന്നതുമൊക്കെ നമ്മൾ കണ്ടു. എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. ഒപ്പം ഇനി അടുത്ത പേജ് ഈ സ്പോർട്സ് പേജിലേക്ക് പോവുകയാണെങ്കിൽ മെസ്സി നാളെ കൊൽക്കത്തയിൽ. ശരിക്കും മെസ്സി വരികയാണ് കേട്ടോ. മെസ്സി കേരളത്തിലല്ല വരുന്നത്, കൊൽക്കത്തയിൽ. ആനന്ദത്തിൻ്റെ നഗരം ശനിയാഴ്ച ആഘോഷത്തിൻ്റെ ആൾക്കടലാകും. ലോക ഫുട്ബോളിലെ ഏറ്റവും മൂല്യമേറിയ താരങ്ങളിൽ ഒരാളായ സാക്ഷാൽ ലയണൽ മെസ്സിയും സംഘവും ശനിയാഴ്ച കൊൽക്കത്തയുടെ മണ്ണിൽ പറന്നിറങ്ങുമ്പോൾ അവർ ആഘോഷിക്കാതിരിക്കുന്നത് എങ്ങനെ? സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന കൊൽക്കത്ത നഗരം മെസ്സിയുടെ 70 അടി ഉയരമുള്ള പ്രതിമ നിർമ്മിച്ച് അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്ന വാർത്ത മാതൃഭൂമി നൽകുന്നു. ദേശാഭിമാനിയിലേക്ക് വരികയാണെങ്കിൽ യൂട്യൂബ് രാഹുൽ സ്ഥിരം കുറ്റവാളി എന്ന വാർത്ത മുൻ പേജിൽ തന്നെയുണ്ട്. തലയിൽ തോർത്തിട്ട് മുണ്ടിട്ട് വരുന്ന ഒരു രാഹുലിൻ്റെ രേഖാചിത്രം അതിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസ് നിലനിൽക്കുമെന്നും 2ാമത്തെ പരാതിയിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച തിരുവനന്തപുരം സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ വിശദാംശങ്ങളാണ് അതിൽ ഉള്ളത്. 7ാമത്തെ പേജിൽ ഭീതിതമായ കൗതുകകരവും ഭീതിതവുമായൊരു വാർത്തയുണ്ട്. കൗതുകരമല്ല, ഭീതിതം തന്നെയാണ്. ഉത്തർപ്രദേശിലേക്ക് നോക്കൂ എന്നൊക്കെ പലരും പറയാറുണ്ടല്ലോ. ഉത്തർപ്രദേശിൽ നടന്ന മറ്റൊരു വാർത്ത. ഉത്തർപ്രദേശിൽ അനധികൃത ക്ലിനിക്കിൽ യൂട്യൂബ് വീഡിയോ നടത്തി ശസ്ത്രക്രിയ നടത്തുന്നതിനിടെ യുവതിക്ക് ദാരുണാന്ത്യം. ബരാബക്കി മേഖലയിലെ കൊത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം. ക്ലിനിക്കിൻ്റെ ഉടമ ഗ്യാൻ പ്രകാശ് മിശ്രയും അനന്തരവനും ചേർന്നാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. വയറുവേദനയെ തുടർന്ന് യുവതി എത്തി. ഭർത്താവ് ഫത്തേഹ് ബഹാദൂറിനൊപ്പം ക്ലിനിക്കിലെത്തി. ഇവരെ പരിശോധിച്ച ഗ്യാരൻ പ്രകാശ് എന്ന് പറയുന്ന ഈ വ്യാജ ഡോക്ടർ മൂത്രത്തിൽ കല്ലുകളുണ്ടെന്നും ശസ്ത്രക്രിയ നടത്തണമെന്ന് പറഞ്ഞു. ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് യൂട്യൂബ് നോക്കി ശസ്ത്രക്രിയ നടത്തുന്നതിനിടയിൽ ഈ യുവതി മരിച്ചു എന്ന വാർത്തയാണ് ഉള്ളത്. 12ാം പേജിലേക്ക് ചെന്നാൽ അറബിക്കടലിൽ അപൂർവ നീരാളി ഫ്ലാപ്പ് ജാക്ക് ഒക്ടോപ്പസ് എന്ന പുതിയൊരു നീരാളിയെ കണ്ടെത്തിയത്. ജെല്ലി പോലെയുള്ള ശരീരം, പാട പോലെയുള്ള ആവരണത്താൽ കൂട്ടിയോജിപ്പിച്ചിരിക്കുന്ന 8 കൈകൾ, പരന്ന കുട പോലെ രൂപം. ആ ജീവിയുടെ വിശദാംശങ്ങൾ വളരെ വിശദമായി ദേശാഭിമാനിയിലുണ്ടാകാം. താല്പര്യമുള്ളവർക്ക് വായിക്കാം. പ്രധാനമന്ത്രിയുടെയും സംഘത്തിൻ്റെയും കള്ളം പൊളിഞ്ഞു എന്നൊരു വാർത്തയാണ് മാധ്യമം പേജിൽ. ഈ മറ്റ് പ്രധാന വാർത്തകളൊക്കെ നോക്കിയാൽ
ശ്രദ്ധേയമായി തോന്നിയത്. ഇതും ജയറാം രമേശിനെ കുറിച്ചാണ്. പാർലമെൻറ്റിൽ വന്ദേമാതരം ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെയും സംഘത്തിൻ്റെയും കള്ളം പൊളിഞ്ഞെന്നും അവർക്ക് ക്ഷതമേറ്റെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. ദേശീയ ഗീതത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ദേശീയ ഗാനവും പരാമർശിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ദേശീയ ഗാനത്തെക്കുറിച്ചും ദേശീയ ഗീതത്തെക്കുറിച്ചും ജനഗണമനയെക്കുറിച്ചും വന്ദേ മാതരത്തെക്കുറിച്ചും രചിക്കപ്പെട്ട 2 ആധികാരിക ഗ്രന്ഥങ്ങൾ പ്രധാനമന്ത്രിയും അനുയായികളും വായിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. രുദ്രാംശു മുഖർജിയുടെ സോങ് ഓഫ് ഇന്ത്യ, എ സ്റ്റഡി ഓഫ് ദി നാഷണൽ ആന്തം, സബ്യസാചി ഭട്ടാചാര്യയുടെ വന്ദേ മാതരം എന്നീ ഗ്രന്ഥങ്ങളെയാണ് ജയറാം രമേശ് പരാമർശിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത്. മാധ്യമത്തിൻ്റെ അവസാന പേജിൽ മറ്റൊരു കൗതുക വാർത്ത, നിർമ്മിത ബുദ്ധിയെ AI പ്രണയിക്കാനാകുമോ എന്നാണ്. മനുഷ്യന് പകരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയെ പ്രണയിക്കുന്ന കാലം വന്നിരിക്കുന്നു. AI സിറ്റുവേഷൻഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? പുതിയ പുതിയ വാക്കുകൾ വരികയാണ്. AI സിറ്റുവേഷൻഷിപ്പ് യഥാർത്ഥ പ്രണയബന്ധങ്ങൾക്ക് പകരമായിട്ടല്ലെങ്കിലും വൈകാരിക സഹായമായി ആളുകളെ AI ഉപയോഗിക്കുന്നതാണിത്. ഡേറ്റിംഗ് ആപ്പായ ഹാപ്പൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നിരവധി സിംഗിൾസ് അവരുടെ ജീവിതത്തിൽ AI നൽകിയ വൈകാരിക പിന്തുണയിൽ സംതൃപ്തരാണ് എന്ന് പറയുന്ന യന്ത്രങ്ങളെ പ്രണയിക്കുന്ന മനുഷ്യർ വന്നിരിക്കുന്നു. എന്തിരൻ സിനിമയൊക്കെ വന്നിട്ട് എത്ര നാളായി? സയൻസ് ഫിക്ഷൻ സിനിമകൾ അതിനു മുമ്പും ഹോളിവുഡിൽ നമ്മൾ എത്ര തവണ ഇത് കണ്ടു. വീക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ പാർലമെൻറ്റിലും പ്രകമ്പനം. സ്വർണ്ണക്കൊള്ള SITയെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു. KC വേണുഗോപാൽ. ശബരിമല കൊള്ളയിൽ BJPയുടെ മൗനം ദുരൂഹം. ഹൈബി ഈഡൻ രണ്ടുപേരും പാർലമെൻറ്റിൽ ഇന്നലെ പറഞ്ഞത്. അതിനോടൊപ്പം വടക്കൻ പോര് കനത്തു എന്ന വാർത്തയുണ്ട്. അതിജീവിത വെയിറ്റ് ചെയ്യണമെന്ന് മറ്റൊരു വാർത്ത. PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഉള്ള പീഡന പരാതിയിൽ സംവിധായികയുടെ രഹസ്യമൊഴിയെഴുപ്പ് അടുത്ത ആഴ്ച മാത്രമേ ഉള്ളൂ. കൂടുതൽ ശക്തമായി അപലപിക്കുന്നുവെന്ന് മാലാ പാർവതി പറയുന്നു. CPM സഹയാത്രികനും മുൻ MLAയും ചലച്ചിത്ര സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഉള്ള ലൈംഗിക അതിക്രമ പരാതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന അടുത്ത ആഴ്ചത്തേക്ക് നീട്ടി. ഇന്ന് IFFK തുടങ്ങുന്ന സാഹചര്യത്തിലാണിത്. അതിൻ്റെ പ്രധാന നടത്തിപ്പുകാരനായ PT കുഞ്ഞുമുഹമ്മദിനെ ഈ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യുന്നത് രാജ്യാന്തര തലത്തിൽ കേരളത്തിന് നാണക്കേടാകുമെന്നും മേളയ്ക്ക് ശേഷം ഇത് നടത്താം എന്നുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെതിരെ വീക്ഷണം ആഞ്ഞടിക്കുന്നു. സേതു.